നെല്ലുംപതിരിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കനത്ത മഴ വയനാട്ടിൽ ഒന്നല്ല നിരവധി ഗ്രാമങ്ങൾ മൺമറഞ്ഞു. അതോടൊപ്പം കിടന്നുറങ്ങിയവരും കൂടെ കിടന്നവരും എല്ലാം കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. എങ്കിലും കേരള ജനത കയ്യും മെയ്യും മറന്ന് ദുരന്തഭൂമിയിൽ ഒന്നിച്ചു കഴിയുന്നവരെയെല്ലാം സ്വന്തം ജീവൻ പോലും മറന്ന് രക്ഷിച്ചു. കേന്ദ്രസേനയും, അതായത് കര, കടൽ, വ്യോമസേനയും ദുരന്ത നിവാരണ സേനയും കൂടെ കേരള ജനതയും ഒന്നിച്ച് കൈകോർത്തു. അതുകൊണ്ട് തന്നെ കുറേ ജീവനെയെങ്കിലും രക്ഷിക്കാനായി. തലേ ദിവസം ഒരു പായയിൽ ഒന്നിച്ചുറങ്ങിയവർ പിറ്റേ ദിവസം ഇത് ഇല്ലാതാകുന്ന അവസ്ഥ. അച്ഛൻ്റെയും അമ്മയുടെയും ജഡത്തിനരികിൽ കാലിൽ കല്ല് വീണ് അനങ്ങാനാവാതെ, ഒന്ന് ശബ്ദിക്കാൻ പോലും ആവാതെ കഴിയുന്ന അവസ്ഥ. അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും നഷ്ടപ്പെട്ട പിഞ്ചുകുട്ടികൾ എല്ലാം നാം കണ്ടു. സ്വയം ശപിച്ചും കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിച്ചും നാം ദിവസം കഴിഞ്ഞുകൂട്ടി. പക്ഷേ നാം ഒന്ന് ചിന്തിച്ചേ പറ്റൂ, എന്തുകൊണ്ട് ഈ ദുരന്തമുണ്ടായി? കുറച്ചു കാര്യങ്ങൾ പറയാം. ഒന്ന്, ടൂറിസത്തിൻ്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന പേക്കുത്തുകൾ നാം ആദ്യം തിരിച്ചറിയണം. ഒരു കാരണവശാലും നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശമുള്ള എത്ര സ്ഥലങ്ങളിൽ ടൂറിസത്തിൻ്റെ മറവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു? അതിൽ റിസോർട്ട് ഉണ്ടാക്കാനായി തകർത്ത സ്ഥലങ്ങൾ എത്ര? ഹോം സ്റ്റേകൾ എത്ര? ഇതിനൊക്കെയായി ഒരു മാഫിയ തന്നെ നാട്ടിൽ പ്രവർത്തിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2, ഉരുൾപൊട്ടലുകൾക്ക് ഏറ്റവും പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ കോറികളല്ലേ? എന്തേ ആരും അത് മനസ്സിലാക്കാത്തത്? മുൻകാലങ്ങളിലും നാട്ടിൽ കോറികളുണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായി പ്രവർത്തിച്ചിരുന്നു. അന്ന് ഇത്രയും വലിയ ദുരന്തമുണ്ടായില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മഴ പെയ്തിരുന്നില്ലേ? പക്ഷേ അന്നത്തെ ക്വാറിയിൽ മനുഷ്യൻ കരിങ്കല്ല് കൈ കൊണ്ടടിച്ച് കുഴിയുണ്ടാക്കി അതിൽ വെടിമരുന്ന് നിറച്ചാണ് പാറ പൊട്ടിച്ചിരുന്നത്. അതും കൂടി വന്നാൽ 10-15 വെടികൾ. ഇന്നോ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 200 മുതൽ 500 വരെ കുഴികൾ ഉണ്ടാക്കി ഒറ്റ ശബ്ദത്തിൽ ഇവയൊക്കെ ഒന്നിച്ചു പൊട്ടുമ്പോൾ തകരുന്നത് ആ പ്രദേശം ഒന്നാകെയാണ്. ഞെട്ടുന്നതും ഇളകുന്നതും അന്നാട്ടിലെ വീടുകളും കെട്ടിടങ്ങളുമാണ്. അത് മഴ വരുമ്പോൾ തകരുമെന്നത് യഥാർത്ഥ വസ്തുതയല്ലേ? ഇതല്ലേ ഈ ദുരവസ്ഥയുടെ കാരണം? കരിങ്കല്ല് വേണം, മെറ്റലും വേണം, വീടും വേണം, റോഡും വേണം. പക്ഷേ ഈ കൊള്ളയ്ക്ക് അറുതിയും വേണം. ഇതിനെതിരായി സമരം ചെയ്യുന്നവനെ പണം നൽകിയോ ഭീഷണിപ്പെടുത്തിയോ അവൻ്റെ വായടപ്പിക്കുന്നു. 3, എന്തേ നമ്മുടെ നാട്ടിലെ കയങ്ങളെല്ലാം ഇല്ലാതായത്? എന്തേ പുഴയോരങ്ങൾ ഇടിഞ്ഞ് തകരുന്നത്? എവിടെ നമുക്കിതൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും നേരം? മുൻപേ പറഞ്ഞ പോലെ പഴയ കാലങ്ങളിൽ ഇന്നത്തേതിലും അധികം മഴ പെയ്തിട്ടും വെള്ളം പൊങ്ങിയിട്ടും എന്തേ ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതിരുന്നത്? അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. വേനലായാൽ പുഴകളിൽ വന്നടിയുന്ന മണലുകൾ കോരുന്ന സംവിധാനം. ഇത് പുഴയുടെ ആഴം ഒരിക്കലും കുറയാതെ സംരക്ഷിക്കും എന്ന് മാത്രമല്ല, സർക്കാരിനും വലിയൊരു സാമ്പത്തിക സ്രോതസ് കൂടിയാണ് തരുന്നത്. പക്ഷേ അത് നിർത്തിയതോടെ, മണലടിഞ്ഞ് കയങ്ങൾ ഇല്ലാതായതോടെ വെള്ളം കരയിലെത്തി തുടങ്ങി. വെള്ളപ്പൊക്കവും പ്രളയവുമായി. സാധാരണക്കാർ അല്പം വേണ്ട 1 മിനിറ്റ് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഒന്നുകൂടി പറയാം, ഈ പരിപാടികൾക്കെല്ലാം ഒരു മാഫിയ തന്നെയുണ്ട്. അല്ല, അതിന് സമാന്തര ഗവൺമെൻറ് തന്നെയുണ്ട്. അതിനെ തകർത്ത് നാടിനെ രക്ഷിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു സർക്കാർ വേണം. പക്ഷേ അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. ആര് വന്നാലും ദുരന്തങ്ങളിലും പ്രളയത്തിലും ജീവൻ പൊലിഞ്ഞാൽ അവരെ കുടുംബത്തിന് പോയി എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. നഷ്ടം പാവം പൊതുജനമെന്ന കഴുതകൾക്ക് മാത്രം. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.